തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കളക്ടറേറ്റിൽ നാളെ രാവിലെ 10-ന് യോഗം ചേരും. കളക്ടറും ജില്ലയിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ച യോഗത്തിന് മുന്നോടിയായി പെസോ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുന്നു. സ്വരാജ് റൗണ്ടിൽ നിന്നും 60 മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണുവാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരോടൊപ്പമാണ് ഈ പരിശോധന. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, തൃശൂർ പൂരം പരാതിരഹിതമായി നടത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. നാളെയാണ് ഇതിനെ സംബന്ധിച്ച ആദ്യത്തെ ഉന്നതതല യോഗം ചേരുന്നത്. അതിന് മുന്നോടിയായി വെടിക്കെട്ട് സുരക്ഷിതമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നു. 60 മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വിനോദ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാളെ വിളിച്ചു ചേർന്ന യോഗത്തിന് മുന്നോടിയായാണ് പെസോ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ പൂരനഗരി സന്ദർശിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം ഈ ഫയർ ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്വരാജ് റൗണ്ടിൽ നിന്നും ഫയർ ലൈനിലേക്ക്, അതായത് ഇതിലുള്ള അകലമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ ദൂരത്ത് നിന്നാണ് വെടിക്കെട്ട് കാണുവാൻ സാധിക്കുക. ഇതിൽ നിലവിൽ ഇപ്പോഴും 100 മീറ്റർ അകലമാണ് പാലിക്കുന്നത്. എന്നാൽ ഇത് 60-ലേക്ക് ചുരുക്കുവാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത്. 60-ലേക്ക് ചുരുക്കുന്നതോടെ എവിടെ നിന്നും വെടിക്കെട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ തന്നെ നേരത്തെ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ 60 മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ അകലം കൂടുതൽ വെച്ചതും. ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തവണ പൂരം നടന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉയർന്നിരുന്നു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മറ്റ് പല പ്രശ്നങ്ങളും, അതായത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഇടയിൽ പോലീസിന്റെ അനാവശ്യപരമായിട്ടുള്ള ഇടപെടൽ, അതിൽ ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു. എന്നാൽ ഇതിന് തടയിട്ടുകൊണ്ട് ഇനി വരുന്ന പൂരം അത് സുഗമമായി തന്നെ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്രമന്ത്രി, ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ, 2 മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥരും, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ പെസോ ഉദ്യോഗസ്ഥർ, അതായത് ജില്ലാ കളക്ടറും അതോടൊപ്പം കമ്മീഷണറും ഉൾപ്പെടെ എത്തി അവരോടൊപ്പമാണ് ഈ ഒരു പരിശോധന നടത്തിയത്. ഇതിൽ തന്നെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലായിരുന്നു പരിശോധന. അതിന്റെ സാധ്യതകൾ പരിശോധിച്ച ശേഷം നാളെ യോഗത്തിന് ശേഷവും പരിശോധന ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനി നാളെ യോഗത്തിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഇത്തരത്തിലൊരു സാധ്യതാ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാധ്യത കൃത്യമായും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്കും സുഗമമായി വെടിക്കെട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ഇടപെടൽ വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇരു ദേവസ്വങ്ങൾക്കും അതോടൊപ്പം ഈ ഭക്തജനങ്ങൾക്കുമൊക്കെ നൽകുന്നത്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലമാറ്റം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു. പോലീസിന്റെ അനാവശ്യപരമായിട്ടുള്ള ഇടപെടൽ, ഇതിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. അതിനു മുമ്പ് തന്നെ അദ്ദേഹം തീർച്ചയായും കഴിഞ്ഞ തവണ തൃശൂർ പൂരം നടക്കുന്ന വേളയിൽ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ കഴിയും. കേന്ദ്രമന്ത്രി കൂടിയാണ്, തൃശ്ശൂരിൻ്റെ MP കൂടിയാണ്. അപ്പോൾ നാളെ അതിൻ്റെ ഉന്നതതല യോഗം നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.